1, 3, 5, 7, 9, 11, 13, 15, 17, 19. ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന എല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. ഒറ്റ സംഖ്യകളാണ് വെച്ചിട്ടാണ് ഇവിടെ പാറ്റേൺ ഉണ്ടാക്കിയത്. ഇതിൽ നിന്ന് നിങ്ങളോട് ചോദിച്ച ചോദ്യം, 7th ലൈനിലെ ആദ്യത്തെ സംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം. നിങ്ങൾ വിളിച്ച് പറയരുത്, മൈക്ക് മ്യൂട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഞാൻ ഓഫ് ആക്കേണ്ടി വരും. 7th ലൈനിലെ ആദ്യത്തെ നമ്പർ ചോദിക്കുമ്പോൾ തന്നെ നിങ്ങളോട് 7th ലൈൻ ചോദിച്ചാലും 7th ലൈൻ ചോദിച്ചാലും മക്കൾ ചെയ്യേണ്ടത് ആദ്യം തന്നിരിക്കുന്നത് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു തീരുമാനത്തിലെത്താം. ഇവിടെ മൂന്നാമത്തെ വരിയിലെ ആദ്യത്തെ നമ്പർ 7 ആണെന്ന് മക്കൾക്കറിയാം. മൂന്നാമത്തെ വരിയിലെ ആദ്യത്തെ നമ്പർ 7 കിട്ടാനുള്ള മാർഗം, മൂന്നാമത്തെ വരി 3rd ലൈനാണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ പിടിക്കേണ്ടത് 3ന്റെ താഴെയുള്ള 2നെയും പിന്നെ തന്നിരിക്കുന്ന 3നെയും തമ്മിൽ അങ്ങോട്ട് ഗുണിച്ചിട്ട് 2 × 3/6 ആ രീതിയിൽ നിങ്ങൾക്ക് സംഖ്യകളെ കണ്ടെത്താൻ പറ്റും. ഇവിടെ മൂന്നാമത്തെ വരിയിലെ ആദ്യത്തെ നമ്പർ നമുക്ക് 3നെ 2 കൊണ്ട് ഗുണിച്ചിട്ട് കിട്ടുന്ന സംഖ്യയുടെ 1 കൂട്ടിയാൽ മതി. ഇനി നാലാമത്തെ വരിയിലെ ആദ്യത്തെ നമ്പർ 13 ആണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ ചെയ്യേണ്ടത് 4നെ 3 കൊണ്ട് ഗുണിക്കുന്നു, 12 കിട്ടുന്നു, 1 കൂട്ടുന്നു. ഇനി നിങ്ങൾ ഇതിന്റെ വേറൊരു പ്രത്യേകത, ഇതെല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. 1, 3, 5, 7, 9, 11, 13, 15, 17, 10 എല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. ഈ ഓഡ് നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവിടെ മറ്റൊരു പ്രത്യേകതയും മക്കൾക്ക് കാണാൻ പറ്റും. അത് മുതിർന്ന കുട്ടികളോട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. എന്താ മറ്റൊരു പ്രത്യേകത? ഒന്നാമത്തെ വരിയിൽ കൂട്ടിയാൽ 1 കിട്ടുന്നു. രണ്ടാമത്തെ വരിയിലെ 2 അക്കങ്ങൾ കൂട്ടിയാൽ നമുക്ക് സംഖ്യകൾ കൂട്ടിയാൽ 8 കിട്ടുന്നു. മൂന്നാമത്തെ വരിയിലെ 3 സംഖ്യകളും കൂട്ടിയാൽ നമുക്ക് 27 ആണ് കിട്ടുക. നാലാമത്തെ വരിയിലെ എല്ലാ സംഖ്യകളും കൂട്ടിയാൽ മക്കൾക്ക് 64 ആണ് കിട്ടുക. ഇത് മുതിർന്ന കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇവിടെ 1, 8, 27, 64 എന്നീ സംഖ്യകൾക്കൊരു പ്രത്യേകതയുണ്ട്. അത് മക്കളെ മുതിർന്ന ക്ലാസ്സിൽ എത്തിയാൽ പഠിച്ചുകൊള്ളും. 1 എന്ന സംഖ്യ 3 തവണ എഴുതി ഗുണിച്ചിട്ടാണ് 1 കിട്ടുന്നത്. 2 എന്ന സംഖ്യ 3 തവണ എഴുതി മൾട്ടിപ്പിൾ ചെയ്തിട്ടാണ് നമുക്ക് 8 കിട്ടുന്നത്. 3 ടൈംസ് മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്നത് 27 ആണ്. 4 3 ടൈംസ് മൾട്ടിപ്പിൾ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 64 ആണ്. അതേസമയത്ത് മക്കളോട് കുറച്ച് ലൈറ്റ് ആയിട്ടാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്: 7ാമത്തെ വരിയിലെ ആദ്യത്തെ നമ്പർ ഏത് എന്ന് ചോദിച്ചാൽ മക്കൾ 7ന്റെ തൊട്ട താഴെയുള്ള സംഖ്യയായ 6നെയും കൂടി കൂട്ടിച്ചേർത്ത് പിടിക്കുന്നു. 7നെ 6 കൊണ്ട് ഗുണിച്ചാൽ 6 7 42 ആണെന്ന് നിങ്ങൾക്കറിയാം. അവിടെ അതിന്റെ കൂടെ 1 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന 43 ആയിരിക്കും 7ാമത്തെ വരിയിലെ ആദ്യ സംഖ്യ. ഇനി നിങ്ങളോട് ചോദിക്കുന്നു, 10ാമത്തെ വരിയിലെ ആദ്യ സംഖ്യ ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് 10ന്റെ തൊട്ട താഴെയുള്ള 9നെ പിടിക്കുന്നു. 9നെ 10 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന 90. ആ 90-നോട് 1 കൂട്ടാൻ നിങ്ങൾ മടിക്കണം. ഈ രീതിയിലുള്ള പാറ്റേൺ ആണ് വരുന്നതെങ്കിൽ മക്കൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് ഉറക്കെ വിളിച്ച് പറയാം. ശരി, കോഹോസ്റ്റായ ഒരു കുട്ടി വീഡിയോ ഓൺ ചെയ്തിട്ട് ഇത് കിട്ടിയത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാം. സർ, ഞാൻ പറയട്ടെ. ഇതിപ്പോൾ ഇത് ഓഡ് നമ്പർ, അതായത് ഒറ്റ സംഖ്യയുടെ ഒരു പാറ്റേൺ ആണ് തന്നിരിക്കുന്നത്.
ഒന്നാമത്തെ വരിയിൽ 1 തന്നിട്ടുണ്ട്, രണ്ടാമത്തെ വരിയിൽ 3ഉം 5 തന്നിട്ടുണ്ട്, മൂന്നാമത്തെ വരിയിൽ 7, 9, 11 തന്നിട്ടുണ്ട്, നാലാമത്തെ വരിയിൽ 13, 15, 17, 19 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഏഴാമത്തെ വരിയിലെ ആദ്യത്തെ നമ്പർ. സാറേ പറയട്ടെ? ശരിയാണ്. ഈ രീതിയിലെ പാറ്റേൺ ആണ് മക്കളോട് ചോദിക്കുന്നതെങ്കിൽ ആ പാറ്റേണിൽ മക്കൾ ചെയ്തത് ഇത്രമാണ്. നിങ്ങളോട് 10ാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യയാണ് ചോദിക്കുന്നതെങ്കിൽ 10ാമത്തെ വരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10ന്റെ തൊട്ടതായുള്ള 9നെ പിടിക്കുന്നു. അപ്പൊ ഇങ്ങനെ പാറ്റേൺ സാധാരണ ചോദിക്കാറുണ്ട് മക്കളോട്. അപ്പൊ ഇവിടെ 7ാമത്തെ വരിയിലെ ആദ്യത്തെ നമ്പർ ചോദിച്ചാൽ 7നെ തൊട്ടതായുള്ള 6 കൊണ്ട് ഗുണിച്ചിട്ട് അതിന്റെ കൂടെ 1 കൂട്ടിയാൽ മതി. അത് നിങ്ങൾ ആദ്യത്തെ 3 3 4 കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ മക്കൾക്ക് ചെറിയൊരു രൂപം കിട്ടും. എന്നിട്ട് മാത്രമേ ആൻസറിലേക്ക് പോകാവൂ. ഞാൻ വേറൊരു പാറ്റേൺ അനിസാറ് വന്നിട്ടുണ്ട്, അതിന് മുമ്പ് വേറൊരു പാറ്റേൺ മക്കൾക്ക് പരിചയപ്പെടുത്തരാം. 1 2 3 4 5 6 7 8 9 10. ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഇതിൽ അവസാനം കൊടുത്തിരിക്കുന്നത് 1, ഇവിടെ അവസാനം കൊടുത്തിരിക്കുന്നത് 3 ആണ്, ഇവിടെ അവസാനം കൊടുത്തിരിക്കുന്നത് 6 ആണ്, ഇവിടെ അവസാനം കൊടുത്തിരിക്കുന്നത് 10 ആണ്. ഇനി അടുത്ത വരിയിൽ അവസാനത്തെ വരിക 15 ആയിരിക്കും, അതിന്റെ അടുത്ത വരിയിൽ അവസാനം വരിക 21 ആയിരിക്കും. ഈ സംഖ്യകൾക്ക് നമ്മൾ ആദ്യമേ ഒരു പേര് പഠിച്ചിട്ടുണ്ട്, ട്രയാങ്കുലർ നമ്പർ എന്ന്. ത്രികോണ സംഖ്യകൾ എന്നാണ് അതിന്റെ മലയാളത്തിൽ പറയുക, ത്രികോണ സംഖ്യകൾ. ഈ ത്രികോണ സംഖ്യകള് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ആണെന്ന് മക്കൾക്ക് അറിയാം. 1 + 2 = 3, 1 + 2 + 3 = 6. ഈ രീതിയിലാണ് ത്രികോണ സംഖ്യയുടെ പോക്ക്. അതേസമയത്ത് ഇവിടെ ചോദ്യം എങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ, ഇവിടെ 10ാമത്തെ വരിയിലെ അവസാനത്തെ നമ്പർ ഏത് എന്ന് ചോദിച്ചാൽ ഇവിടെ മക്കൾ ചെയ്യേണ്ടത്, നേരത്തെ തൊട്ട താഴെയുള്ള സംഖ്യ കൊണ്ടാണ് ഗുണിച്ചെങ്കിൽ ഇത് തൊട്ട മുന്നിലുള്ള സംഖ്യ അടുത്ത ശേഷമുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കണം. 10നെ 11 കൊണ്ട് ഗുണിച്ചിട്ട് പകുതിയാക്കിയാൽ മതി. 10ന്റെ പകുതി 5 ആണ്, 5നെ 11 കൊണ്ട് ഗുണിച്ചാൽ 55 ആണ്. ഇനി വേറെയും ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. നിങ്ങളോട് ചോദിക്കും, ഇവിടെ 1ാമത്തെ വരിയിൽ 1, 2ാമത്തെ വരിയിൽ അവസാനത്തെ 3, 3ാമത്തെ വരിയിൽ അവസാനത്തെ 6, 4ാമത്തെ വരിയിൽ അവസാനത്തെ 10, 5ാമത്തെ വരിയിൽ അവസാനത്തേത് 15. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക, 5ാമത്തെ വരിയിലെയും 4ാമത്തെ വരിയിലെയും 5ാമത്തെ വരിയിലെയും സംഖ്യകൾ ഒന്നിച്ചു കൂട്ടിയാൽ എത്രയാണെന്ന് ചോദിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് 10 + 15 25 കിട്ടുക. അതിന് എളുപ്പമാർഗം രണ്ടാമത് പറഞ്ഞിരിക്കുന്ന 5ാമത്തെ വരിയിലെ ആ 5നെ 5 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന 25 ഉത്തരം. അപ്പൊ പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ ആ പാറ്റേണിൽ നിന്ന് മക്കൾ ചെയ്യേണ്ടത്, ആദ്യം തന്നിരിക്കുന്ന 3 4 വരിയുടെ കൂടെ തന്നെ മക്കളുടെ വക ആ ഗ്യാപ്പില് ഇതേ സ്റ്റൈലങ്ങ് എഴുതി കൊടുക്കുക. എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തിൽ എന്താണോ നിയമം ഉപയോഗിച്ചിരിക്കുന്നത് അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടി വരിക എന്ന് നിങ്ങൾ ഓർപ്പിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യന്റെ ഡിസ്കഷനും അതുപോലെ നിങ്ങൾക്ക് ഒരു ഫൈനൽ ടച്ച് എന്നുള്ള ആൾക്ക്, കാരണം പരീക്ഷ നമുക്ക് വ്യാഴാഴ്ചയാണ്, 27ാം തീയതി പരീക്ഷ എടുക്കുമ്പോൾ ഒരു ഫൈനൽ ടച്ച് എന്നുള്ള ആൾക്ക് മക്കൾക്ക് കുറെ കാര്യങ്ങൾ അനിൽ സാർ പറഞ്ഞു തരും. നമ്മൾ അന്നത്തെ മലയാളം ക്ലാസ് എല്ലാ കുട്ടികൾക്കും വളരെ ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് അനിൽ സാർ നമ്മൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ നമസ്കാരം. ഓക്കെ, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ഏകദേശം എക്സാമിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അധ്യാപക സംഘടനകൾ നടത്തുന്ന എക്സാമുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തു. അതുകൂടാതെ നിങ്ങളുടെ സ്കൂളുകളിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് ഒരുപാട് മോഡൽ എക്സാമുകൾ നടത്തി, ഒരുപാട് വർക്ക്ഷീറ്റുകൾ നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നോട്ട് ബുക്സിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ മക്കൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മൻസൂർ സാറിന്റെ നേതൃത്വത്തിൽ ലേഡറിന്റെ ഗ്രൂപ്പിലൂടെ നമ്മൾ ഏകദേശം ഒരുപാട് മാത്സ് പ്രോബ്ലംസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, മാത്സില് പ്രധാനമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് സംഖ്യാബോധം, മാന്ത്രിക ചതുരം, പാറ്റേൺ, സമയം, കലണ്ടർ, ഗുണന വസ്തുതകൾ, രൂപങ്ങളുമായി ബന്ധപ്പെട്ട ചുറ്റളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ
ഒരു സംഖ്യയേക്കാൾ എത്ര കൂടുതൽ അല്ലെങ്കിൽ എത്ര കുറവാണ് മറ്റൊരു സംഖ്യ. മറ്റൊരു കാര്യം അളവുകൾ, ദൂരവും ഭാരവുമായ കാര്യങ്ങൾ. അതുപോലെ റോമൻ സംഖ്യാ സമ്പ്രദായം, സ്ഥാന വിലകൾ, ഉള്ളളവ്, ലിറ്റർ, മില്ലി ലിറ്റർ പോലെയുള്ള കാര്യങ്ങൾ, ചിത്രം ഉപയോഗിച്ചുള്ള ചിത്രഗണിതം, ഹരണം, എളുപ്പത്തിൽ ഹരിക്കുന്നത്, നിശേഷം ഹരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതേവരെ നമ്മൾ കാണുന്നത് പല ക്വസ്റ്റ്യൻസ് വരുമ്പോഴും മേത്സിലെ ക്വസ്റ്റ്യൻസ് മക്കൾ അറ്റൻഡ് ചെയ്യുന്നത് ശ്രദ്ധിക്കാതെ അറ്റൻഡ് ചെയ്യുന്ന ഒരുപാട് മക്കളെ പല സ്കൂളുകളിലും കണ്ടുവരുന്നുണ്ട്. ഏതായാലും നമ്മുടെ ലേഡർ ഗ്രൂപ്പിലുള്ള ഒരു മക്കൾ പോലും ക്വസ്റ്റ്യൻസ് വായിച്ച് ആൻസർ അറ്റൻഡ് ചെയ്യുന്ന രീതിയായിരിക്കണം. ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആൻസർ അറ്റൻഡ് ചെയ്യുക. ഗണിതത്തിനെ സംബന്ധിച്ചിടത്തോളം ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ വിഷയമാണ് ഗണിതം. മാത്രമല്ല, നമ്മൾ ഗണിതത്തിൽ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ അറ്റൻഡ് ചെയ്യാൻ അവർ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ തന്നെ ക്ലൂ തരുന്നുണ്ട്. ഗണിതത്തിലെ ഏത് ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതണമെങ്കിലും ക്വസ്റ്റ്യനിൽ തന്നെ 2 സംഖ്യകൾ തന്നിട്ടുണ്ടാവും. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മലയാളത്തിലോ EVS-ലോ ഇംഗ്ലീഷിലോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആ ക്വസ്റ്റ്യനിൽ നമുക്ക് ആൻസർ കണ്ടെത്തേണ്ട ഒരു ക്ലൂ പോലും ഉണ്ടാവില്ല. ഉദാഹരണത്തിന്, തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായി. ഈ ചോദ്യത്തിന്റെ ഉത്തരം മക്കൾ പഠിച്ചത് കൊണ്ട് മക്കൾക്ക് ആൻസർ അറ്റൻഡ് ചെയ്യാൻ പറ്റും, കുഞ്ചൻ നമ്പ്യാർ എന്ന്. പക്ഷേ നമ്മൾ പഠിക്കാത്ത ഒരു കലാരൂപം ചോദിച്ചിട്ട് അതിന്റെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് EVS-ൽ ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമര എന്ന് പഠിച്ചു, നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എന്നാൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ദേശീയ പുഷ്പം നാം പഠിക്കാത്തത് ചോദിച്ചാൽ എഴുതാൻ പറ്റില്ല. എന്നാൽ ഗണിതത്തിലോ നാം 1-ാം ക്ലാസ്സിൽ 3 + 4 7 എന്ന് പഠിച്ചിട്ടുണ്ട്. ആ പഠനം വെച്ച് തന്നെ നമുക്ക് 4-ാം ക്ലാസ്സിൽ ഏത് 4 സംഖ്യകൾ 2 4 സംഖ്യകൾ ചോദിച്ചാൽ നമുക്കത് തുക കാണാൻ പറ്റും. ഇനി പോട്ടെ, 2 4 സംഖ്യകളൊക്കെ ഒഴിവാക്കി ഒരു 5 സംഖ്യയോ 6 സംഖ്യകളോ തന്നാലും നമുക്കത് അതിന്റെ തുക കാണാൻ പറ്റും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മക്കൾ ഓർക്കേണ്ടത്, ഗണിതത്തിലെ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടെത്തിയാൽ നമുക്ക് അതിന് 5 മാർക്കും നേടിയെടുക്കാൻ പറ്റും. എന്നാൽ മലയാളത്തിലെ ഒരു ആസ്വാദനക്കുറിപ്പ് നമുക്ക് നോക്കാം. ആസ്വാദനക്കുറിപ്പ് എഴുതിയാൽ 5 മാർക്കിന്റെ ആസ്വാദനക്കുറിപ്പാണെങ്കിൽ അതിന് മുഴുവൻ മാർക്കും എല്ലാ മക്കൾക്കും കിട്ടണമെന്നില്ല. സാധാരണ നിങ്ങളെ പോലുള്ള മക്കളുടെ ആൻസർ ഷീറ്റ് ഞങ്ങൾ വാല്യൂ ചെയ്യുമ്പോൾ പല മക്കളും ആസ്വാദനക്കുറിപ്പിന്റെ എല്ലാ സ്റ്റെപ്സും ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല. ചില മക്കൾ കവിതയുടെ ആശയം എഴുതിയിട്ടുണ്ടാവില്ല, മറ്റു ചില മക്കൾ പ്രയോഗ ഭംഗി കാണിച്ചിട്ടുണ്ടാവില്ല, ചിലരാവട്ടെ കവിതയുടെ തലക്കെട്ടുമായി ബന്ധപ്പെട്ട കാര്യം എഴുതിയിട്ടുണ്ടാവില്ല, ചില മക്കൾ കവിതയുടെ പ്രധാനപ്പെട്ട ആശയം കാണിച്ചിട്ടുണ്ടാവില്ല, മറ്റു ചില കുട്ടികൾ ഇഷ്ടപ്പെട്ട വരികളോ അതിന്റെ കാരണമോ എഴുതിയിട്ടുണ്ടാവില്ല, ചില മക്കളാവട്ടെ അവർ സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ആസ്വാദനക്കുറിപ്പിന് മാർക്ക് കുറയുന്നു. ഇതുപോലെ തന്നെയാണ് EVS-ലെ പരീക്ഷണം അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര സംഭവവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സംഭവം തന്നിട്ട് അതിന്റെ കുറിപ്പ് തയ്യാറാക്കൽ. ഇവിടെയൊക്കെ തന്നെ നമുക്ക് ആൻസർ എഴുതാനുള്ള ഒരു ക്ലൂ പോലും തന്നിട്ടുണ്ടാവില്ല. നാം തന്നെ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുത്താണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഗണിതത്തിൽ മുഴുവൻ മാർക്കും നേടിയെടുക്കാൻ നമുക്ക് പറ്റും. മക്കൾ ചെയ്യേണ്ടത് ആ ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് മനസ്സിലാക്കി എന്താണോ നമ്മളോട് കാണാൻ പറഞ്ഞത്, ചോദ്യത്തിൽ എന്താണോ കാണാൻ പറഞ്ഞത്. നേരത്തെ മൻസൂർ സാർ പറഞ്ഞു,
ഒരു സംഖ്യാ പാറ്റേൺ പോലെ 1, 3, 5, 7, 9, 11, ആ രീതിയിൽ തരുമ്പോൾ മക്കൾ ചെയ്യേണ്ടത് ചോദ്യം നന്നായി വായിക്കുക, മനസ്സിലാക്കുക. അതിനുശേഷം എന്താണ് കാണാൻ പറഞ്ഞത്? ഇവിടെ കാണാൻ പറഞ്ഞത് 7ാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യയായിരുന്നു. അപ്പോൾ അത് ഓർത്തു വെക്കുക. ഞാൻ കണ്ടുപിടിക്കേണ്ടത് 7ാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യയാണ്. ഇനി ഈ ഉത്തരം എഴുതാൻ, ഈ ആൻസർ എഴുതാൻ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഗണിതം ആയാൽ എന്തായാലും തീർച്ചയായും ഉത്തരം കണ്ടുപിടിക്കേണ്ട വഴി അവർ തന്നിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് ആദ്യത്തെ 3 വരികൾ തന്നിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ ആൻസറിലേക്ക് കടക്കുന്നു. ഇനി നമ്മൾക്ക് ഇതിന്റെ ആൻസർ കിട്ടാൻ നേരത്തെ സാറ് പറഞ്ഞതുപോലെയുള്ള ചില ക്രിയകൾ ചെയ്യേണ്ടി വരും. അത് സ്പേസിൽ ചെയ്യുക. എവിടെയാണോ ക്രിയ ചെയ്യാനുള്ള സ്പേസ് ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ പേപ്പറിന്റെ സൈഡിൽ ചെയ്യുക. ആൻസർ കണ്ടുപിടിക്കുക. ചില മക്കൾ എന്ത് ചെയ്യും? ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ടാവും, പക്ഷേ ആ ബോക്സിൽ എഴുതിയിട്ടുണ്ടാവില്ല. 6ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ആൻസർ അവിടെ അപ്പുറത്ത് ക്രിയ ചെയ്ത് കണ്ടുവെക്കും. എന്നിട്ടോ 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കും. 7ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതിയിട്ടുണ്ടാവില്ല. ചില മക്കൾ എന്ത് ചെയ്യും? ആൻസർ ക്രിയ ചെയ്ത് കണ്ടുവച്ചിട്ടുണ്ടാവും. 6348 ആൻസർ കിട്ടി. 6348. തിരക്കിൽ ശ്രദ്ധിക്കാതെ ബോക്സിൽ 6384 എന്ന് എഴുതി വെക്കും. 48, 84 ആയിപ്പോയി. അതും നമുക്ക് ആൻസർ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്, മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. മാഷ് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു ക്വസ്റ്റ്യൻ പോലും വായിച്ച് മനസ്സിലാക്കാതെ ആൻസർ എഴുതാൻ പാടില്ല. ഇനി ഗണിതമായാലും EVS ആയാലും മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും മക്കൾ തെറ്റിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ മക്കൾക്ക് മാർക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യൻ വളരെ ചെറുതായിരിക്കും, ആൻസറുകൾ, ഓപ്ഷൻ കൊടുത്ത ആൻസറുകൾ വലുതായിരിക്കും. സാധാരണ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ വലിയ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ചെറിയ ആൻസർ പഠിച്ചു വെക്കുന്നു. ഉദാഹരണത്തിന്, തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. ക്വസ്റ്റ്യൻ വലുതാണല്ലോ, ആൻസർ ചെറുതും. ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏത്? ക്വസ്റ്റ്യൻ വലിയ നീളത്തിലുണ്ട്, ആൻസർ താമര. അടുത്തത് എന്താണ്? 4 അക്ക സംഖ്യകളിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? 9999. ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വലിയ ക്വസ്റ്റ്യൻ കാണുന്നു, ചെറിയ ആൻസർ പഠിച്ചു വെക്കുന്നു. പക്ഷേ നമ്മൾ ചില സമയങ്ങളിൽ ക്വസ്റ്റ്യൻ ചെറുതും ആൻസർ വലിയതുമായ, അതായത് 4 ഓപ്ഷനുകൾ, വലിയ ആൻസറുകളുള്ള ABCD ഓപ്ഷനുകളായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ആ ആൻസർ കൊടുത്ത ഓരോ ഓപ്ഷനുകളും നന്നായി വായിച്ച് ക്രിയ ചെയ്യണമെങ്കിൽ ക്രിയ ചെയ്ത് നോക്കിയിട്ട് ഉത്തരം കണ്ടുപിടിച്ചിട്ടേ ABCD ഓപ്ഷൻ എഴുതാൻ പാടുള്ളൂ. അതായത് 83 ഗുണിക്കണം 56. 83 ഗുണിക്കണം ഒരു സംഖ്യ 56. ഈ സംഖ്യകൾ ഗുണിച്ചാൽ കിട്ടുന്ന ആൻസറിന് യോജിച്ചത് താഴെ പറയുന്നവയിൽ ഏതാണ്? താഴെ ഏതെങ്കിലും 2 സംഖ്യകൾ ഗുണിച്ചതായിട്ട് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ചില കുട്ടികൾ ആ സംഖ്യകൾ ഗുണിച്ച് നോക്കാതെ ആൻസർ എഴുതും. അപ്പോൾ ആൻസർ തെറ്റിപ്പോവും. ഈ 4 ഓപ്ഷനിലെ സംഖ്യകളും മക്കൾ ഗുണിച്ച് നോക്കിയിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യന് വന്ന ആൻസർ ഏതാണോ ആ ക്വസ്റ്റ്യൻ തന്നെ എഴുതേണ്ടതാണ്. 2 സംഖ്യകൾ മൾട്ടിപ്പിൾ ചെയ്യാൻ ആവശ്യപ്പെടും. പ്രത്യേകിച്ച് എപ്പോഴും 2 ഡിജിറ്റ് നമ്പറാണ് ചോദിക്കാറ്. ഈ പറഞ്ഞിരിക്കുന്ന 54 × 26 ഇത് നിങ്ങളോട് മൾട്ടിപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു. അപ്പൊ ഇതിന് തുല്യമായ, ഈക്വലായ ഇതിന് ഏതാണ് എന്നൊരു ചോദ്യം വരാറുണ്ട്. അപ്പൊ മക്കൾക്ക് അത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം അറിയാമോ എന്ന് എനിക്കറിയില്ല.
ഇവിടെ ഒന്നാമത്തെ ഓപ്ഷനിൽ 54 into 6 പ്ലസ് 54 into 3 എന്ന് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഓപ്ഷനിൽ 50 into 20 അത് ബ്രാക്കറ്റിലേക്ക് കൊടുത്തു പ്ലസ് 4 into 6 എന്ന് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ഓപ്ഷനിൽ 50 into 26 പ്ലസ് ബ്രാക്കറ്റിൽ 4 into 26 എന്ന് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് 50 into 26 പ്ലസ് 20 into 26 എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇതിന് തുല്യമായിട്ട് തോന്നുന്നത്? 50 into 20. ഒന്നും മനസ്സിലായില്ല. ശരി, ഇതിൽ ഏതാണ് മക്കളെ ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? ഓപ്ഷൻ സി ആണ്. എല്ലാരും അംഗീകരിക്കുന്നുണ്ട് ഓപ്ഷൻ സി അല്ലേ? യെസ്. അത് എന്തുകൊണ്ടാണ് ഈ ഓപ്ഷൻ സി? ഇപ്പൊ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയണം. കാരണം ഇവിടെ നമ്മള് ഈ 50യെ നമ്മള് അങ്ങോട്ട് കട്ട് ചെയ്യാണ്. സോറി, 54നെ കട്ട് ചെയ്തിട്ട് 50 + 4 എന്നും പ്രത്യേകം എഴുതിയിട്ട് ഒരു 26 കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യേണ്ട കാര്യം വരുന്നുള്ളൂ. അപ്പൊ മക്കൾ ഇത് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കാതെ ഇത് കണ്ടുപിടിക്കാൻ കഴിയണം. അതിന്റെ എളുപ്പമാർഗം അതാണ്. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു ചോദ്യം, ഇങ്ങനെ ഒരു ചോദ്യം വരാം. 48നെ 25 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയാണ്? അതിന്റെ മാർഗം 48ന്റെ പകുതിയായ 24നെ 50 കൊണ്ട് ഗുണിച്ചാലും ഒരേ ആൻസർ ആണ്. 24ന്റെ പകുതിയായ 12നെ 25 കൊണ്ട് 12നെ 100 കൊണ്ട് ഗുണിച്ചാലും ഒരേ ആൻസർ ആണ്. അത് 12ന്റെ പകുതിയായ 6നെ 200 കൊണ്ട് ഗുണിച്ചാലും ഒരേ ആൻസർ ആണ്. 6ന്റെ പകുതിയായ 3നെ 400 കൊണ്ട് ഗുണിച്ചാലും ഒരേ ആൻസർ ആണ്. ഇങ്ങനെയും ചോദ്യങ്ങൾ വരാം. ഇങ്ങനെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആദ്യം കിട്ടിയിരിക്കുന്ന സംഗതിയെ ഇവിടെ 50 എന്നും 4 എന്നും പ്രത്യേകം കാണിച്ചുകൊണ്ട് ഒരു 26നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള മാർഗം അതാണ്. ഏഞ്ചൽ, അതൊന്ന് വിവരിച്ചു കൊടുക്കാമോ മോളെ? നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ 56 into 26 ആണ്. അല്ലല്ലോ, 54 54 into 26. അത് കണ്ടുപിടിക്കാനുള്ള വഴി ചോദിച്ചാൽ ഈ 54 നമ്മൾ കട്ട് ചെയ്യണം. അപ്പോ 50 + 4 ആണ് 54. അപ്പൊ ഈ 50നെ ആ ഒരു 26 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യം വരുന്നുള്ളൂ. അപ്പൊ 50 into 26 പ്ലസ് 4 into 26. അത് ആൻസർ 54 into 26 തന്നെ ആയിരിക്കും. ഇനി 48 into 25 വന്നത് 48ന്റെ പകുതിയാണ് 24. 25ന്റെ ഡബിൾ ആണ് 50. അപ്പൊ 24ന്റെ പകുതിയാണ് 12. 50ന്റെ ഡബിൾ ആണ് 100. സാറേ, ശരിയായി. അപ്പോ ഈ രീതിയിൽ നമുക്ക് സംഖ്യകളെ വ്യാഖ്യാനിക്കാൻ കഴിയണം. എപ്പോഴും അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാറ്. അപ്പം ഇങ്ങനെ ഇന്നിപ്പോ കണ്ടിരിക്കുന്നതിന് വലിയൊരു പ്രശ്നം എനിക്ക് തോന്നുന്നില്ല. അതിൽ വേറൊരു ചോദ്യം ഞാൻ കണ്ടു, അത് നിങ്ങൾക്ക് ശ്രദ്ധപ്പെടുത്തുകയാണ്. എല്ലാ കുട്ടികളെയും ഞാനൊന്ന് ഓൺ ചെയ്തോട്ടെ. എല്ലാ കുട്ടികളും എന്താണ് അതിന് മറുപടി എഴുതിയെന്ന് എനിക്ക് അറിയേണ്ടതുണ്ട്. സുമയുടെ കയ്യില് 5, 5, 7, 1, 6 എന്നീ സംഖ്യകൾ എഴുതിയ സംഖ്യാ കാർഡുകൾ ഉണ്ട് പോലും. ഈ 4 കാർഡുകൾ ഉപയോഗിച്ച് സുമയ്ക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഈവൺ നമ്പേഴ്സിന്റെ എണ്ണം എത്രയാണ്? ഇരട്ട സംഖ്യകളുടെ എത്രയാണ്? 6 ഓക്കെ. ഏഞ്ചൽ, എത്രയാണ് മക്കൾ വിളിച്ചു പറഞ്ഞത്? അതെയോ ഏഞ്ചൽ പറയുന്നില്ല, മറുപടി പറയുന്നില്ല. മറുപടി പറയണം. സാറേ ഞാൻ എത്രയാണ്
കുട്ടികൾ ആൻസർ പറഞ്ഞിരിക്കുന്നത് 6. 6 എന്ന ആൻസർ ശരിയാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാല് നിങ്ങളോട് ഈവൺ നമ്പർ ഉണ്ടാക്കാനാണ് ചോദിച്ചത്. പണ്ടൊക്കെ ഈ ചോദ്യങ്ങൾ എങ്ങനെയാ വരിക എന്ന് പറഞ്ഞാല് 5, 7, 1, 6 എന്നീ അക്കങ്ങൾ ഡിജിറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് എത്ര 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ മക്കള് ഇത് ഡിഫറെന്റ് ഡിജിറ്റ്സ് ആണെങ്കിൽ മക്കള് ചെയ്യേണ്ടതിന്റെ എളുപ്പമാർഗം 4 ഡിഫറെന്റ് ആണെങ്കിൽ 1 × 2 × 3 × 4 ആയിരിക്കും ആൻസർ. നമുക്ക് ടോട്ടൽ 24 നമ്പേഴ്സ് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ ചോദ്യത്തിന്റെ സ്റ്റൈല് മാറ്റി ഇല്ലേ അതിന്? പക്ഷെ ഇപ്പൊ ചോദ്യത്തിന്റെ സ്റ്റൈല് മാറ്റിയിട്ട് മക്കളോട് ചോദിക്കുന്നത് ഇതിൽ ഓഡ് നമ്പേഴ്സ് എത്ര ഉണ്ടാക്കാം, ഈവൺ നമ്പേഴ്സ് എത്ര ഉണ്ടാക്കാം എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ഈവൺ ഡിജിറ്റ്, നമുക്കിവിടെ ഈവൺ ഡിജിറ്റ് 6 മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ 6 മാത്രമാണ് ഉള്ളതെങ്കിൽ നമുക്ക് ഈ 24 ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന 6 എണ്ണമാണ് ഓരോ വരിയിൽ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഈവൻ ഡിജിറ്റ്സിൽ 6 അവസാനിക്കുന്നത് 6 എണ്ണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി മക്കൾക്ക് ഇത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ സംഖ്യ എടുത്ത് ചെയ്യാം. 0 എന്നല്ല പറഞ്ഞു. അതേ സ്ഥലത്ത് മക്കൾക്ക് അറിയാൻ വേണ്ടിയിട്ട് 1, 2, 3 ഈ 3 ഡിജിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഒറ്റ മാത്രമേ ഉള്ളൂ. 1 × 2 × 3 ആണ്. അപ്പൊ നിങ്ങൾക്ക് 6 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. ഈ 6 എണ്ണം നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കൂ. 1, 2, 3, 1, 3, 2, പിന്നെ 2, 1, 3, 2, 3, 1, പിന്നെ 3, 1, 2, 3, 2, 1. ഇങ്ങനെയുള്ള 6 എണ്ണമാണ് മക്കൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത്. ഇവിടെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇവിടെ എത്ര ഈവൺ നമ്പർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ മക്കൾക്ക് അവിടെ 2 എണ്ണം മാത്രമേ കിട്ടൂ. കാരണം ഇവിടെ 2-ൽ അവസാനിക്കുന്നതാണല്ലോ ഈവൺ നമ്പർ വരുന്നത്. ഈവൺ അപ്പൊ ഈവൺ അതായത് ഇരട്ട സംഖ്യകൾ ഇവിടെ 2 എണ്ണം മാത്രമേ കിട്ടുകയുള്ളൂ. അതേപോലെ ഇവിടെ 6 എന്ന ഒരൊറ്റ ഇരട്ടസംഖ്യ മാത്രമേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് 6 ആണ് അതിന്റെ ആൻസർ വരിക. ഇവിടെ നിങ്ങൾക്ക് ടോട്ടൽ എത്ര നമ്പർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് നിങ്ങൾക്ക് 1 × 2 × 3 × 4 ആണ്. ചിലപ്പോ ഈ ചോദ്യം വേറെ രീതിയിൽ അടുത്ത ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരാം. 5 കൊടുത്തു, 7 കൊടുത്തു, 1-ന് പകരം ഒരു 0 കൊടുത്തു, 6 കൊടുത്തു. ഇങ്ങനെ ഒരെണ്ണം 0 ആയി കഴിഞ്ഞാൽ എത്ര 4 അക്ക സംഖ്യകൾ അക്കങ്ങൾ റിപ്പീറ്റ് ചെയ്യാതെ കൂടി ചേർക്കൂട്ടോ എത്ര 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ മക്കൾ അതിനൊറ്റ മറുപടിയാണുള്ളൂ. ഇവിടെ നമ്മൾ 1 × 2 × 3 × 4 എന്ന് എഴുതിയത് തന്നെ ആരോ ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പിടിച്ചിട്ടുണ്ട്. കോഹോസ്റ്റായ കുട്ടി ശ്രദ്ധിക്കുക, മൈക്ക് ഞാൻ അനാവശ്യമായിട്ട് ഓൺ ചെയ്ത് വെക്കരുത്. ഇവിടെ 5706 ആണ് കൊടുത്തതെങ്കിൽ ശരിക്ക് 0 ഇല്ലെങ്കിൽ 1 × 2 × 3 × 4 ആയിരിക്കും നമുക്ക് ഉത്തരം കിട്ടേണ്ടിയിരുന്നതെങ്കിലും ഇവിടെ 1 0 ആയതുകൊണ്ട് മക്കൾ ചെയ്യേണ്ടത് 1 × 2 × 3 × 3 തന്നെയാണ്. ഈ 4-ന് പകരം 3 തന്നെ കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 0 ആണെങ്കിൽ നമുക്ക് 18 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ സാറ് പറഞ്ഞത് മക്കൾ കേട്ടോ. നമ്മൾ പറഞ്ഞത് നമ്മളുടെ മാർക്ക് പോവാനുള്ള പ്രധാന കാരണം എല്ലാ മക്കൾക്കും അറിയാം. മാർക്ക് പോവാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കാതെ ആൻസർ എഴുതുന്നു എന്നതാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്കൂളിൽ പോയപ്പോ ഞാനൊരു സമചതുരം വരച്ചു. ബോർഡിൽ സമചതുരം വരച്ചു. ഒരു വശം 4 സെന്റിമീറ്റർ എന്ന് എഴുതി, മറ്റേ വശത്ത് 4 സെന്റിമീറ്റർ എന്ന് എഴുതി ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ വേണ്ടി പുറപ്പെട്ടു. അപ്പോഴത്തേക്കും 8 കുട്ടികൾ ആൻസർ എഴുതി കഴിഞ്ഞു. സാറേ ഞങ്ങൾ ആൻസർ എഴുതി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണ് ആൻസർ? 16 സെന്റിമീറ്റർ. ഞാൻ ചോദിച്ചു ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞില്ലല്ലോ.
ഇതാണ് നമ്മുടെ അവസ്ഥ. അതായത് ക്വസ്റ്റ്യൻ കേൾക്കാതെ ആൻസർ എഴുതുക. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ് മക്കളോട്, ഒരു ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ആൻസർ എഴുതാൻ പാടുള്ളൂ. നമുക്ക് മലയാളത്തിലേക്ക് ഒന്ന് കടന്നു നോക്കാം. നമുക്ക് മലയാളത്തിൽ എത്ര യൂണിറ്റുകളാണുള്ളത്? 8 യൂണിറ്റുകൾ. ഈ ഓരോ യൂണിറ്റുകളിലും നാം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ LSS സെലക്ട് ചെയ്ത മക്കളായതുകൊണ്ട് നമ്മൾ പഠിച്ചു വെച്ച കാര്യം ഉയർന്ന തലത്തിലേക്ക് മാറ്റിയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അതായത് നമ്മൾക്ക് പിരിച്ചെഴുതാൻ നമുക്കറിയാം. കഴിഞ്ഞ LSS മലയാളം ക്ലാസ്സിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പച്ചത്തുള്ളൻ, പച്ചപ്പട്ട് എന്നിങ്ങനെ പിരിച്ചെഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തന്നിട്ടുള്ള 4 പദങ്ങളും പിരിച്ചെഴുതി നോക്കുക തന്നെ വേണം. അല്ലാതെ 3 പച്ച എന്ന് കണ്ട് 4ാമത്തെ നീല ആയതുകൊണ്ട് നീല എന്നുള്ള പദം എടുത്ത് എഴുതാൻ നിൽക്കരുത്. 4 പദങ്ങൾ പിരിച്ചെഴുതി നോക്കുക. എന്താണ് വ്യത്യാസം? ഈ പിരിച്ചെഴുതിയ 4 എണ്ണത്തിലും എന്ത് വ്യത്യാസമാണ് കാണുന്നത് എന്ന് പരിശോധിച്ച് നോക്കുക. അതിനുശേഷം ആൻസർ എഴുതുക. ചില സമയത്ത് ഇരട്ടിപ്പായിരിക്കാം, ചില സമയത്ത് ആ എന്ന പദം എന്ന ചിഹ്നം ചേർത്തിട്ടുണ്ടാവാം, ചില സമയത്ത് ഈ എന്ന വള്ളി ചിഹ്നം ചേർത്തിട്ടുണ്ടാവാം. ഈ കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷം മാത്രമേ ആൻസർ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിലാണെങ്കിൽ ചില ഗ്രാമർ പദങ്ങൾ, ഗ്രാമറുമായി വ്യാകരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിക്കാം. ഇന്ന് ചോദിച്ചത് ഇന്നത്തെ മോഡൽ എക്സാമിൽ ചോദിച്ച ഒരു ചോദ്യം, വയനാടൻ കാട്ടിലെ ഡേഷ് സമീപമാണ് പഴശ്ശിയും കൂട്ടുകാരും ഒടുവിൽ കഴിഞ്ഞത്, ബ്രാക്കറ്റിൽ മാവിലാം തോട്. അപ്പോൾ ആ മാവിലാം തോട് എന്നത് എങ്ങനെ എഴുതണം? മക്കൾ എങ്ങനെയായിരുന്നു എഴുതിയത്? മാവിലാം തോടിന്റെ തോട് അല്ലെ? ഓക്കെ. അതുപോലെ തന്നെ അടുത്തത് എന്തായിരുന്നു? കുട്ടികൾ സ്നേഹപൂർവ്വം ബാപ്പുജി എന്ന് വിളിച്ചു. എന്തായിരുന്നു? ഗാന്ധിജിയെ. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് യൂണിറ്റിൽ പഠിച്ചതാണ്. ഒരു യൂണിറ്റിൽ നമ്മൾ ഈ കാര്യം പഠിച്ചിട്ടുണ്ട്. ഡേഷ് എന്നിട്ടിട്ട് അവർ ഒരു ബ്രാക്കറ്റിൽ ഒരു പദം തരും, അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ രീതിയിൽ നമ്മൾ എഴുതുക. അപ്പോൾ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നേരത്തെ മേസാണ് പറഞ്ഞത്, മലയാളത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. വ്യവഹാര രൂപങ്ങളായ ഒരുപാട് കാര്യങ്ങൾ, സംഭാഷണത്തിൽ തുടങ്ങി ആസ്വാദന കുറിപ്പ് വരെ, നിവേദനം തയ്യാറാക്കുന്നത് വരെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്ന് ഞാനൊരു സ്കൂളിൽ പോയിരുന്നു. അപ്പൊ മക്കൾ പറഞ്ഞു, സാറേ ആസ്വാദന കുറിപ്പ് ചോദിച്ചില്ലല്ലോ, അതെന്താ? അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പഠിച്ചു വെച്ച സംഭാഷണം മുതൽ നിവേദനം വരെയുള്ള വ്യവഹാര രൂപങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാം. അത് സംഭാഷണമാവാം, കവിതയ്ക്കുള്ള വരികൾ കൂട്ടിച്ചേർക്കലാവാം, കഥ എഴുതലാവാം, നോട്ടീസ് തയ്യാറാക്കലാവാം, പത്രവാർത്തയാവാം, ആസ്വാദന കുറിപ്പാവാം, ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കലാവാം, വർണ്ണനയാവാം, വിവരണം ആവാം, ആത്മകഥയാവാം, പത്രവാർത്തയാവാം, നോട്ടീസ് ആവാം, യാത്രാവിവരണമാവാം, ഏത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോ ഈ പറഞ്ഞ വ്യവഹാര രൂപങ്ങൾ എങ്ങനെ തയ്യാറാക്കണം എന്നത് നമുക്ക് അറിയാം. അപ്പോ മക്കൾ ചെയ്യേണ്ടത്, ഈ ചോദിച്ച വ്യവഹാര രൂപം, അതായത് സംഭാഷണം ആണെങ്കിൽ സംഭാഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്ന് മനസ്സിലാക്കണം. ആത്മകഥ ആണെങ്കിൽ ആത്മകഥയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം. യാത്രാവിവരണം ആണെങ്കിൽ യാത്രാവിവരണത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം. ഈ രീതിയിൽ എഴുതിയാൽ മാത്രമേ നമ്മൾക്ക് ഓരോ പോയിന്റായിട്ട് 5 മാർക്ക് കിട്ടും. പക്ഷെ എന്താണ് മക്കളെ പോലെയുള്ള ചില കുട്ടികൾ കഴിഞ്ഞ വർഷം വരെ ചെയ്തത്? ഒരു വ്യവഹാര രൂപം ചോദിച്ചാൽ പല മക്കളും എഴുതി വെക്കുന്നത് ഈ പറഞ്ഞതിന്റെ ഏതെങ്കിലും 1 or 2 കാര്യങ്ങൾ മാത്രമാണ്. അതായത് ഒന്നുകിൽ യാത്രാവിവരണം ചോദിച്ചാൽ
പോയ സ്ഥലം എഴുതിയിട്ടുണ്ടാവും, കണ്ട കാഴ്ചകൾ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ 2 മാർക്ക്. ചില മക്കൾ പോയ ഇന്ന വാഹനത്തിലാണ് ഞങ്ങൾ പോയത്, ഇന്ന ആളുകളുടെ കൂടെയാണ് പോയത്, അപ്പൊ അവർക്കും 2 മാർക്ക്. ചില മക്കൾ എഴുതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച ഇതായിരുന്നു, ഞാൻ രാവിലെ ഇത്ര മണിക്കാണ് ഇറങ്ങിയത്, ഇത്രാം തീയതി ഇത്ര മണിക്കാണ് ഞങ്ങൾ പോയത്. ചില മക്കൾ എഴുതും ഞാൻ പോയത് ഇന്ന സ്ഥലത്തായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇന്ന കാഴ്ചകളാണ്. പക്ഷേ ചില കുട്ടികൾ മുഴുവൻ കാര്യങ്ങളും എഴുതും. ഇങ്ങനെ മുഴുവൻ കാര്യങ്ങളും എഴുതിയ മക്കൾക്കാണ് മാർക്ക് കിട്ടുന്നത്. മക്കൾ നോക്കുക, നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ എഴുതാൻ വേണ്ട കോളം, ഈ കോളം ഒരുപക്ഷെ മക്കൾക്ക് മതിയാവില്ല. മക്കൾ കോളത്തിൽ എഴുതുമ്പോഴേക്കും 2ഓ 3ഓ കാര്യങ്ങൾ, വാഹനത്തിന്റെ കാര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും, എവിടേക്കാണ് പോയത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, എന്നാണ് പോയത് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോഴേക്കും സ്ഥലം തീർന്നിട്ടുണ്ടാവും. അപ്പോൾ മക്കൾ തീർച്ചയായും മറ്റു കാര്യങ്ങൾ അതിനടിയിലായിട്ട് എഴുതി ചേർക്കുക. ഇനി അടുത്തത് എന്താണ് മലയാളത്തിൽ തെറ്റുപറ്റുന്നത്? അക്ഷരമാലാ ക്രമത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിഘണ്ടു നിർമ്മാണം അല്ലെങ്കിൽ അക്ഷരമാലാ ക്രമത്തിൽ പദങ്ങൾ എഴുതുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 4 പദങ്ങൾ തന്നാൽ ആ 4 പദങ്ങൾ എങ്ങനെ അക്ഷരമാലാ ക്രമത്തിൽ എഴുതും നമുക്കറിയാം. ഒരു പക്ഷെ അവരെന്ത് ചോദിക്കും, ഈ 4 പദങ്ങളിൽ രണ്ടാമത് വരുന്ന പദം ഏത്, അല്ലെങ്കിൽ മൂന്നാമത് വരുന്ന പദം ഏത്, നാലാമത് വരുന്ന പദം ഏത് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ 4 പദങ്ങളും എഴുതിയിട്ട് ഇതിൽ ഏത് ഓപ്ഷനാണ് ശരി, എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ ശരി എന്ന് ചോദിക്കാം. പിന്നെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ കഥയും കവിതയും എഴുതിയ ആൾ, ഉദാഹരണത്തിന് നമ്മുടെ വെണ്ണക്കണ്ണൻ ചെറുശ്ശേരി, ഇതുപോലെ ഓരോ കഥ കവിത എഴുതിയ ആൾ ആരാണ്, അദ്ദേഹത്തെ പറ്റി ഒരു 5 കാര്യങ്ങളെങ്കിലും പഠിച്ചു വെക്കുക. ഉദാഹരണത്തിന് ചെറുശ്ശേരിയാണെങ്കിൽ കൃഷ്ണഗാഥയുടെ കർത്താവാണ്, ഇത്രാം നൂറ്റാണ്ടിൽ ജീവിച്ച ആളാണ്, കൃഷ്ണഗാഥയെ പ്രാചീന കവിത്രയത്തിൽപ്പെട്ട ആളാണ് എന്നൊക്കെ പഠിച്ചു വെച്ചാൽ അവർ തരുന്ന ഓപ്ഷൻസ്, അതായത് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതിൽ താഴെ പറയുന്നവയിൽ ഏത് കവിയുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഏത് സാഹിത്യകാരനുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ആൻസർ എഴുതണമെങ്കിൽ നമ്മൾ ഓരോ സാഹിത്യകാരനെ കുറിച്ചും നമ്മൾ കുറച്ച് കാര്യങ്ങളെങ്കിലും പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. പിന്നെ നമ്മൾ പുതിയൊരു ചോദ്യമായിട്ട് ചോദിക്കുന്ന രീതി മാതൃക പോലെ തിരിച്ചെഴുതുക. നമ്മൾ പറഞ്ഞു ഈ വർഷം കഴിഞ്ഞ ഇന്നത്തെ മോഡൽ എക്സാമിൽ ചോദിച്ച താളമേളങ്ങൾ, താളവും മേളവും, അവർ ചോദിച്ചത് സുഖദുഃഖങ്ങൾ എന്നായിരുന്നു. എന്താണ് മക്കൾ എഴുതിയത്? സുഖദുഃഖങ്ങൾ. സുഖവും ദുഃഖവും. സുഖവും ദുഃഖവും. സുഖവും ദുഃഖവും. സുഖങ്ങളും ദുഃഖങ്ങളും എന്നാണ് ഇന്ന് ഒരു കുട്ടി എന്നോട് പറഞ്ഞത്. ആ കുട്ടി എഴുതിയത് സുഖങ്ങളും ദുഃഖങ്ങളും എന്നാണ്. അപ്പൊ ഓർമ്മിക്കുക, സുഖവും ദുഃഖങ്ങളും. ഈ രീതിയിൽ മലയാളത്തെ പറ്റി നമ്മൾ അന്ന് പഠിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇനി നമുക്ക് EVS-ലേക്ക് കയറാം. EVS-ൽ എത്ര യൂണിറ്റുകളാണ് EVS-ലുള്ളത്? 12 യൂണിറ്റുകളുണ്ട്. ഇനി നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങളെ ഉള്ളൂ. മക്കൾ ആദ്യം ചെയ്യേണ്ടത് ഈ 12 യൂണിറ്റുകളും ക്രമത്തിൽ ആ പേരുകൾ നമുക്ക് അറിയാമോ എന്ന് പരിശോധിക്കണം. അതായത് ഒന്നാമത്തെ യൂണിറ്റ് വയലും, ഒന്നാമത്തെ യൂണിറ്റ് ആയിരുന്നു വയലും മരവും. സെക്കൻഡ് യൂണിറ്റ് ഇരിക്കുമെന്ന് പറയാൻ, തേർഡ് യൂണിറ്റ് സ്വാതന്ത്ര്യത്തിലേക്ക്. ഈ രീതിയിൽ ഓരോ യൂണിറ്റിന്റെയും പേര് നമ്മൾ ക്രമത്തിൽ പഠിച്ചെടുക്കുക. മക്കൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഓരോ യൂണിറ്റിലും എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, ടീച്ചേഴ്സ് എന്താണ് മക്കളെ പഠിപ്പിച്ചത്? വയലും വരവും ആഭാസത്തെ പറ്റി പഠിപ്പിച്ചു, അനുകൂലങ്ങൾ പഠിപ്പിച്ചു, ജീവിയ അജീവിയ ഘടകങ്ങൾ പഠിപ്പിച്ചു, അനുകൂലമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. ഇതെന്തൊക്കെയാണെന്ന് ഓർത്തു നോക്കുക. അതുപോലെ തന്നെ ഇലയ്ക്ക് മുൻപ് പറയാൻ എന്ന പാഠത്തിൽ സസ്യങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് പഠിപ്പിച്ചത്? വേര് പഠനത്തെ പറ്റി പഠിപ്പിച്ചു, സ്ഥിരാവിന്യാസത്തെ പറ്റി പഠിപ്പിച്ചു,
ബീജപത്രങ്ങളെ വെച്ച് പഠിപ്പിക്കും. ഈ രീതിയിൽ ഓരോ കാര്യവും എങ്ങനെ ബന്ധപ്പെടാം, ഈ കാര്യങ്ങൾ പഠിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വിശദമായ ആൻസർ ഉള്ള ഓപ്ഷൻ ചോദിക്കാം. 4 പേര് പഠനവുമായി ബന്ധപ്പെട്ട ഒരു സത്യത്തിനെ പറ്റി ചോദിക്കുമ്പോൾ അതിന്റെ ബീജപത്രം, വിന്യാസം എന്നിവയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ കീഴിൽ കാണാം. ഒരു 4 ആൻസറിൽ ഇതൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ചോദിക്കാം. ചില കുട്ടികൾ എന്താണ് ചെയ്യുന്നത്, 1 or 2 സെന്റൻസ് വായിക്കും, ബാക്കി ഒഴിവാക്കും, അത് വലിയ ആൻസർ എഴുതും. അപ്പൊ മക്കളോട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ആൻസർ തരുന്ന ഓപ്ഷൻസ് എത്ര എണ്ണം ഉണ്ടെങ്കിലും അത് മുഴുവൻ വായിച്ചു നോക്കണം. അല്ലാതെ 1ാമത്തെയോ 2ാമത്തെയോ സെന്റൻസ് നോക്കിയിട്ട് ആൻസർ എഴുതാൻ പാടില്ല. അതേപോലെ തന്നെയാണ് നമുക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഉപ്പ് സത്യാഗ്രഹം, ജാലിയൻ വാലാബാഗ്, ചമ്പാരൻ സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ഈ രീതിയിലുള്ള സംഭവങ്ങളുടെ പോയിന്റ്സ്, വർഷം, സ്ഥലം, ആളുകൾ, എന്താണ്, എന്തിനു വേണ്ടിയാണ് എന്നുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുക. എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ അവർ ചോദിക്കുമ്പോൾ ഇതിൽ ഏതാണ് പരിശോധിച്ചതിന് ശേഷം മാത്രം ആൻസർ എഴുതുക. അതുപോലെ തന്നെ വായുവിനെ തിരിയുവാൻ സ്ഥലം ആവശ്യമാണ് എന്നതിന്റെ താഴെ കൊടുത്തിരിക്കുന്നതിലും പറയുന്ന കാര്യം ഏതാണ് ശരി, അത് നോക്കുക. അല്ലെങ്കിൽ വായുവിന് ഭാരമുണ്ട് എന്ന് തെളിയിക്കുന്ന കാര്യം താഴെ പറയുന്നത് ഏതാണ്, അതും അന്വേഷിക്കുക. പിന്നെ വേറൊരു കാര്യം മക്കളോട് പറയാനുള്ളത്, പല സ്കൂളുകളിലും ക്ലാസ് എടുക്കുമ്പോൾ തെറ്റിച്ച ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾക്ക് ഒരു പാഠത്തിൽ കേരളത്തെ പറ്റിയും ഇന്ത്യയെ പറ്റിയും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, കേരളത്തിലെ 14 ജില്ലകളുടെയും അയൽ ജില്ലകൾ പഠിച്ചു നോക്കുക. പഠിച്ചിട്ടുണ്ടാവുന്ന അറിയാം, എന്നാൽ ഒന്നുകൂടി ഉറപ്പാക്കുക. കാരണം ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ജില്ല എടുത്തിട്ട് ആ ജില്ലയുടെ അയൽ ജില്ലകൾ ചോദിക്കാം. എന്നിട്ട് ഈ ജില്ലകൾ അയൽ ജില്ലകളായിരുന്ന ജില്ല ഏതെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾ, ചുറ്റുപാടുമുള്ള അതിർത്തി സംസ്ഥാനങ്ങൾ ചോദിച്ചിട്ട് ഏത് സംസ്ഥാനത്തിന്റെ അയൽ സംസ്ഥാനങ്ങളാണ് ഇത് എന്ന് ചോദിക്കാം. അതുപോലെ നമ്മുടെ വാർത്താവിനിമയ മാധ്യമങ്ങൾ, ഇതിന്റെ പ്രത്യേകത പറഞ്ഞിട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഈ പറഞ്ഞതിന്റെ ആൻസർ എന്ന് ചോദിക്കാം. പ്രഥമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. ഈ കാര്യങ്ങളൊക്കെ വൃത്തിയായി പഠിച്ചെടുക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ കല്ലായി കാറ്റായി, അതായത് ഖരം, ദ്രാവകം, വാതകം, ഈ അവസ്ഥകളുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ പഠിച്ചെടുത്തതിന് ശേഷം അതിന്റെ സവിശേഷതകൾ ചോദിച്ചിട്ടുള്ള ആൻസർ അറ്റൻഡ് ചെയ്യുക. ആൻസർ എഴുതുമ്പോൾ സപ്പോസ് രാവിലെ നടക്കുന്ന മലയാളം, ഇംഗ്ലീഷ്, GK, ഈ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം മക്കൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എല്ലാം എഴുതി അവിടെ ഇരിക്കുമ്പോൾ ഒന്നുകൂടെ പേപ്പർ എടുക്കുക. മലയാളത്തിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ബോക്സിൽ എഴുതിയിട്ടുണ്ടോ നോക്കുക, സെക്കൻഡ് എഴുതിയിട്ടുണ്ടോ നോക്കുക. ഇതുപോലെ ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ എഴുതിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷം ഞാൻ എക്സാം നടക്കുന്ന സ്കൂളിൽ പോയപ്പോൾ ഒരു ക്ലാസ് കയറി നോക്കി, ഒരു കുട്ടി 4 ക്വസ്റ്റ്യൻസ് ബോക്സിൽ ആൻസർ എഴുതിയിട്ടില്ല. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ ഞാൻ മോളോട് ചോദിച്ചു, എന്താ എഴുതാത്തത്? അത് ഞാൻ കണ്ടില്ല സാർ. അപ്പൊ എന്ത് ചെയ്യുക മക്കൾ, ഒരു ക്വസ്റ്റ്യന്റെ ആൻസറും വിട്ടു പോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. അടുത്തത് എന്താണ്, മക്കൾ ഈ ഗ്രൂപ്പിലുള്ള ഈ ക്ലാസ് കാണുന്ന മക്കളിൽ പലരും, ഏകദേശം 90% പേരും എക്സാം എഴുതാൻ വേണ്ടി മറ്റൊരു സ്കൂളിലേക്ക് പോകുന്ന മക്കളായിരിക്കും. അപ്പോൾ രാവിലെ നിങ്ങൾ ആ സ്കൂളിലേക്ക് പോകുമ്പോൾ ആ സ്കൂളിനെ പറ്റിയുള്ള ചിന്തയായിട്ടും അതുണ്ടാവുക. ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിലെ നിങ്ങളുടെ സുഹൃത്തുക്കളായ കുട്ടികൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. അവർ തൊട്ടടുത്ത റൂമുകളിലായിരിക്കും. അവരെ പറ്റി എനിക്ക് ചിന്ത. കുറച്ച് കഴിയുമ്പോൾ എക്സാം നടത്താൻ വരുന്ന ടീച്ചറോ സാറോ ആയിരിക്കും. അവരെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല. അപ്പോൾ വരുന്ന ടീച്ചർ
അവരുടെ അപ്പിയറൻസ്, അതായത് ആ വന്ന ടീച്ചറുടെ ചുരിദാറാണെങ്കിൽ അത്, അല്ലെങ്കിൽ സാരി ആണെങ്കിൽ അത്, അവരുടെ കമ്മൽ, മാല, പൊട്ട്, കണ്ണട. ആൺകുട്ടികളാണെങ്കിൽ വരുന്ന സാറിന്റെ വാച്ച്, ജീൻസ്, ഷർട്ട്, ചെരുപ്പ്, ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ക്ലാസ്സിലെത്തുന്നത് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ്? ക്വസ്റ്റ്യൻസ് വായിക്കുക, മനസ്സിലാക്കുക, എഴുതുക, പരിശോധിക്കുക. എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ എഴുതിയിട്ടുണ്ടാവും. നിങ്ങളുടെ സുഹൃത്തുക്കൾ, അതായത് നിങ്ങളുടെ ക്ലാസ്സിലെ നിങ്ങളുടെ കൂട്ടുകാർ അടുത്തടുത്ത റൂമുകളിലായി പരീക്ഷ എഴുതുന്നുണ്ട്. അവർ പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തെത്തും. നിങ്ങളുടെ അധ്യാപകർ നിങ്ങളെ കൂട്ടാൻ വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ആൻസർ എഴുതാതെ, ആൻസർ എഴുതിയത് പരിശോധിക്കാതെ നിങ്ങളുടെ കൂട്ടുകാരെ കുറിച്ചത് ആലോചിക്കേണ്ട ആവശ്യമില്ല. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആൻസർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ നമുക്കറിയാം ആദ്യത്തെ കുറച്ച് സമയം ഫുൾ ഓഫ് ടൈമാണ്. എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ചു നോക്കണം. എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ചു നോക്കി മനസ്സിലാക്കി വെക്കുക. അതിനുശേഷമാണ് ആൻസർ എഴുതേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം ഒരു ആൻസർ ഒരു കുട്ടി പറഞ്ഞത് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അഞ്ചിതം എന്ന, കഴിഞ്ഞ വർഷമൊക്കെ ആയിരുന്നു, അഞ്ചിതം എന്ന വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ പകരം പദം എഴുതുക. നമുക്കറിയാം എന്താണ് അഞ്ചിതം എന്ന വാക്കിന്റെ പകരം പദം. അഞ്ചിതം എന്ന വാക്കിന്റെ പകരം പദം എന്താണ് മക്കളെ? മനോഹരം. വളരെ ഈസിയാണ് അല്ലേ? മനോഹരം. വളരെ ഈസി അല്ലേ? യെസ്. പക്ഷേ വളരെ ഈസി ആവുമ്പോൾ നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളത് എഴുതാതെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കും. അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ അഞ്ചിതം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്നായിരിക്കും. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എല്ലാവർക്കും പറയാൻ മനോഹരമാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകും. ആ ബോക്സ് അവിടെ വേണ്ടി കിടക്കും. അത് ഒരിക്കലും ചെയ്യരുത്. അതാണ് ഞാൻ പറഞ്ഞത് പരിശോധന. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതിയിട്ടുണ്ട് എന്ന ഒരു പരിശോധന. മാത്രമല്ല എഴുതിയ ക്വസ്റ്റ്യൻസ് നമ്പറിനനുസരിച്ച് തന്നെയാണോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉള്ള പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യന്റെ ആൻസറായ അംജദ് നമ്പ്യാർ എന്നത് ഞാൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുന്ന ബോക്സിൽ എഴുതിയിട്ടുണ്ടോ? എന്ത് ചെയ്യും മക്കൾ? ഓരോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് നമുക്ക് വൈകാതെ അറിയാം. കുഞ്ഞൻ തമ്പി ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിൽ ആൻസർ വരികയും നമ്മൾ അറിയാതെ ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പച്ചപ്പട്ട് എന്ന പദം പിരിച്ചെഴുതുക എന്നപ്പോൾ നമ്മൾ പച്ച പ്ലസ് പട്ട് എന്ന് എഴുതും. ഈ ഓപ്ഷൻ ഈ ആൻസർ എഴുതാതെ വരും. ഇങ്ങനെ കഴിഞ്ഞ പോലെ ഞാൻ പറഞ്ഞത് 4 ക്വസ്റ്റ്യൻസ് ആൻസർ അറ്റൻഡ് ചെയ്യാത്ത മിടുക്കിയായ ഒരു നമ്മൾ എന്റെ സ്കൂളിലായിരുന്നു. എന്തായാലും LSSന് 60 മാർക്കിന് മുകളിൽ കിട്ടുമെന്ന് വിചാരിച്ച ഒരു ബസീമ എന്ന എന്റെ സ്കൂളിലെ കുട്ടിയായിരുന്നു. ബസീമ അവർക്ക് 60-ന് മുകളിൽ മാർക്ക് കിട്ടുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അവർക്ക് കിട്ടിയത് 52 മാർക്കാണ്. അവരുടെ ആൻസർ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയ കാര്യം മലയാളത്തിലെ വളരെ എളുപ്പമുള്ള 4 ക്വസ്റ്റ്യൻസ് അവള് എഴുതിയിട്ടില്ല. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്നോട് വിട്ടുപോയി സാറേ. അതാണ് ഞാൻ മക്കളോട് പറയുന്നത്. നമ്മൾ റിവ്യൂയിൽ എഴുതുമ്പോൾ ചില ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതാൻ നമ്മളോട് വിട്ടുപോകും. അടുത്തതാണ് നമ്മൾ തീരെ കടക്കാത്ത ഒരു വിഷയമായ ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷ് മക്കൾ ഈ വർഷം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാം. ഇംഗ്ലീഷ് എത്ര യൂണിറ്റുകളാണുള്ളത്? ഇംഗ്ലീഷ് എത്ര യൂണിറ്റുകളുണ്ട്? 4. 4? 5 യൂണിറ്റുകൾ. ഏതൊക്കെയായിരുന്നു ആ യൂണിറ്റുകൾ? ഒന്നാമത്തെ സീഡ് ഓഫ് ട്രൂത്ത്, രണ്ടാമത്തെ പേപ്പർ ബോട്ട്, മൂന്നാമത്തത് ലാംഗ്വേജ് ബേർഡ്സ്, നാലാമത്തെ The Lost Child, അഞ്ചാമത്തത് The Elves and Shoemakers.
മക്കൾക്ക് ഈ 5 യൂണിറ്റ്സും പേര്, അതായത് യൂണിറ്റ്സിന്റെ നെയിം ഓർമ്മയാണ്. അടുത്ത കാര്യം, ഈ 5 യൂണിറ്റിലെയും കഥ, സ്റ്റോറി എങ്ങനെയാണ് എന്ന് ഓർമ്മ വേണം. ഈ 5 യൂണിറ്റിലെയും ഡിഫിക്കൽട്ട് വേർഡ്സ് ഓർമ്മ വേണം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് 10ൽ 6-7 മാർക്ക് വായിക്കാം. 6-7 മാർക്ക് ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ നമുക്ക് കിട്ടും. അതായത് യൂണിറ്റ്സിന്റെ നെയിംസ്, ആ യൂണിറ്റ്സിന്റെ കഥ, അതിലെ ഡിഫിക്കൽട്ട് വേർഡ്സ്. ഇനി അങ്ങോട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പാഠഭാഗങ്ങളിലൊക്കെ തന്നെ നമ്മൾ പഠിച്ച മറ്റ് കാര്യങ്ങളാണ്. അതായത് സെയിം വേർഡ്സ്, ഓപ്പോസിറ്റ് വേർഡ്സ്, ഗ്രാമർ, റിഡിൽസ്. റിഡിൽസ് നമ്മൾ ഏത് പാഠത്തിലൊക്കെ പഠിച്ചത്? സാറേ ഏത് പാഠത്തിലാണ് നമ്മൾ റിഡിൽസ് പഠിച്ചത്? ഇംഗ്ലീഷ്. ലാംഗ്വേജ് ഓഫ് ബേർഡ്സിലല്ലേ? അപ്പൊ നമുക്ക് വളരെ കൃത്യമായിട്ട് അതിലെ ഓരോ റിഡിൽസിലെ ഓരോ ലൈൻസും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അതിന്റെ ഏത് തീർച്ചയായും കിട്ടും, ഇല്ലേ? ഉറപ്പാണ്, എന്തായാലും നമുക്ക് ഒരു മാർക്ക് കിട്ടും. പക്ഷേ ചില കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? ഈ റിഡിൽസ് വായിച്ചു നോക്കും. റിഡിൽസ് വായിച്ചു നോക്കുമ്പോൾ അവർക്ക് ഒരുപക്ഷെ ആൻസർ കിട്ടും. ഓസ്ട്രിച്ച് അല്ലെങ്കിൽ പെൻഗിൻ. ഇങ്ങനെ ഓസ്ട്രിച്ച് എന്നോ പെൻഗിൻ എന്നോ ആൻസർ കിട്ടും. പക്ഷെ സ്പെല്ലിംഗ് അറിയാത്തത് കൊണ്ട് എഴുതാതെ കിട്ടും. നിങ്ങൾക്ക് ആൻസർ കിട്ടിയാൽ ഒരിക്കലും നിങ്ങളത് ആൻസർ പേപ്പറിൽ എഴുതാതെ നിൽക്കരുത്. സ്പെല്ലിംഗ് തെറ്റിക്കോളുക. നിങ്ങൾക്ക് അറിയുന്ന സ്പെല്ലിംഗ് വെച്ച് ആൻസർ എഴുതിക്കോളും. ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ? ഒരിക്കലും അതിന്റെ ഓസ്ട്രിച്ചിന്റെ സ്പെല്ലിംഗ് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് അതിന്റെ ആൻസർ അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. എന്തായാലും ഓസ്ട്രിച്ചിന്റെ തുടക്കത്തിൽ ഓരാണല്ലോ, സെക്കൻഡ് എസ് ആണെന്ന് നമുക്കറിയാം. ആ അക്ഷരങ്ങൾ വെച്ച് മക്കൾ ആൻസർ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മൾ പഠിച്ചു വെച്ച പ്രിപ്പോസിഷൻസ് ആണ്. പ്രധാനമായി നമ്മൾ പഠിച്ച പ്രിപ്പോസിഷൻസ് ഇൻ, ഓൺ, അണ്ടർ, ബിറ്റ്വീൻ, ഓവർ എന്നൊക്കെയാണ്. ഇത് എവിടെയൊക്കെ ഉപയോഗിക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ് ഇൻ വേണ്ടത്, ഓൺ എവിടെയാണ്, അണ്ടർ എവിടെയാണ്, ബിറ്റ്വീൻ എവിടെയാണ്, കോർണർ എവിടെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മിക്കവാറും ഈ രീതിയുടെ ക്വസ്റ്റ്യൻ ചോദിക്കുക ഒരു ചിത്രം തന്നിട്ടായിരിക്കും. ഒരു ചിത്രം തരും. നമ്മൾ ചിത്രം കാണുമ്പോൾ പെട്ടെന്ന് ഓർക്കുക ഡിസ്ക്രിപ്ഷനാണ്. ആ രീതിയിലാണ് നമ്മൾ ഇതുവരെ ചെയ്തു പോകുന്നത്. ഓർമ്മിക്കുക, ഒരു ചിത്രം കണ്ടാൽ അതിൽ എഴുതിയത് എന്താണെന്ന് നന്നായി വായിച്ചു നോക്കിയ ശേഷം മാത്രം ആൻസർ ചെയ്യുക. ഒരു പക്ഷേ ഡിസ്ക്രിപ്ഷൻ ആവാം. അങ്ങനെയാണെങ്കിൽ റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ പിക്ചർ എന്നായിരിക്കും, അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ദ പിക്ചർ എന്നായിരിക്കും. ഗ്രാമർ ആണെങ്കിൽ ചിത്രത്തിൽ നോക്കിയിട്ട് ദ ക്രോ ഈസ് സിറ്റിംഗ് ഡാഷ് ദ ട്രീ, അല്ലെങ്കിൽ ദ കൗ ഈസ് സ്ലീപ്പിംഗ് ഡാഷ് ദ ട്രീ, അല്ലെങ്കിൽ ദ ബോയ്സ് ആർ പ്ലേയിങ് ഡാഷ് ട്രീ ആൻഡ് ഹൗസ് ബിറ്റ്വീൻ എന്ന് വരുന്ന രീതിയിലോ, ഓൺ എന്ന് വരുന്ന രീതിയിലോ, ഇൻ എന്ന് വരുന്ന, അണ്ടർ എന്ന് വരുന്ന രീതിയിലൊക്കെ ആയിരിക്കും. അപ്പൊ തീർച്ചയായും ഈ കാര്യങ്ങളൊക്കെ പുറത്തു വെക്കുക. അതേപോലെ തന്നെ നമ്മൾ പാഠത്തിൽ പഠിച്ച ഒരു ഗ്രാമർ ഭാഗമാണ് സിംഗുലർ ആൻഡ് പ്ലൂറൽ. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് സിംഗുലർ പ്ലൂറൽ ചോദിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മക്കൾ സിംഗുലർ പ്ലൂറൽ പഠിച്ചിരിക്കുക. നമുക്കറിയാം, സാധാരണയായി ചോദിക്കുന്ന പദത്തിന്റെ കൂടെ എസ് ചേർത്ത സിംഗുലർ ആവാം, അല്ലേ? ഹലോ സാർ. ഓ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ല? കേൾക്കാം. സാധാരണ നമ്മളെന്താ ചെയ്യുന്നത്? സിംഗുലർ ചോദിക്കാൻ, സിംഗുലർ കൂടുതൽ ചോദിക്കുമ്പോൾ നമ്മൾ എസ് ചേർക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇത്തരത്തിൽ
എസ് അല്ല എസ് ചേർക്കുന്ന രീതി മാറ്റുന്ന കാര്യം നമ്മൾ പഠിച്ചെടുക്കുക. ഉദാഹരണത്തിന് ചൈൽഡിന്റെ ദൂരം എന്തായിരുന്നു? ചിൽഡ്രൻ. ചിൽഡ്രൻ. അതുപോലെ തന്നെയാണ് എക്സ് വരുമ്പോൾ എന്ത് ചെയ്യണം? ES ചേർക്കണം. ES ചേർക്കണം. വൈ വരുന്നതിന് പ്രത്യേകം എന്തായിരുന്നു? വൈ അതിന്റെ മുന്നില് വവ്വലാണേൽ ഒരു എസ് ചേർത്താ മതി. അതിന്റെ മുന്നില് വവ്വലല്ലാത്ത വേർഡ് ആണേല് അതിനോട് ES ചേർക്കണം. IES ചേർക്കണം. മങ്കി മങ്കി ആകുമ്പോൾ എന്ത് ചേർത്താൽ മതി? വെറും എസ് ചേർത്താ മതി. നേരെ മറിച്ച് ബട്ടർഫ്ലൈ അല്ലെ? ബട്ടർഫ്ലൈ എല്ലാം ആണ്. അപ്പൊ എന്ത് ചെയ്തു? വൈ മാറ്റി ചേർക്കണം. ചേർക്കണം. ഇനി SH വന്നാലോ? ബ്രഷ്. എന്ത് സാറേ? ബ്രഷ്. ബ്രഷ് BRUSH. ബ്രഷ്. ES ചേർക്കണം. മക്കൾ ഈ കാര്യം ഓർമ്മിക്കുക. സാധാരണ പൊതുവായിട്ട് എസ് ചേർക്കാറ് നമ്മളോട് എന്തായാലും LSSന്റെ മക്കൾ ആയതുകൊണ്ട്, നന്നായി പഠിക്കുന്ന മക്കളായതുകൊണ്ട് ഒരിക്കലും അത് ചോദിക്കാൻ സാധ്യത ഇല്ല. ഒന്നുകിൽ എക്സ് വരുന്ന ഈ എക്സ് വരുന്ന എ കൂട്ടിച്ചേർക്കേണ്ടതോ, SH വരുന്ന ES കൂട്ടിച്ചേർക്കുന്നതോ, വൈ വരുന്ന IES അല്ലെങ്കിൽ വൈ എസ് ചേർക്കുന്നതോ ഒക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ചൈൽഡ് വരുന്ന ചിൽഡ്രൻ വരുന്നതായിരിക്കാം. അതുപോലെ തന്നെ അടുത്താണ് LEAF വരുന്നത് അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? എഫ് മാറ്റിയിട്ട് VES ചേർക്കും. ഈ കാര്യങ്ങൾ നമുക്ക് ഓർത്ത് നോക്കുക. അപ്പോൾ നമ്മൾ മലയാളത്തിന്റെ പൊതുവായ കാര്യം പറഞ്ഞു, ഇംഗ്ലീഷിന്റെ കാര്യം പറഞ്ഞു, EVSന്റെ കാര്യം പറഞ്ഞു, മാത്സിന്റെ കാര്യം പറഞ്ഞു. GK മക്കൾ എന്താണോ ഇതുവരെ ചെയ്തത് ആ രീതി തന്നെ ഫോളോ ചെയ്യുക. ജനറൽ പഠിക്കുക, പത്രം വായിക്കുക. എല്ലാവർക്കും നല്ല ഒരു LSS എക്സാം ആസ്വദിക്കുകയാണ്. എല്ലാ മക്കളും 60% കൂടുതൽ, അതായത് 60 കൂടുതൽ മാത്രമല്ല 70 മാർക്ക് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും. ഗുഡ് നൈറ്റ്.